ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതൊരു 2 ലെയർ ആയിട്ടുള്ള ഫ്രോക്കും അതിനൊരു ഓവർ കോട്ടുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ എനിക്ക് തന്ന റെഫറൻസ് ഇതായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഒരു സാരി ഓർഡർ ചെയ്തു. കാരണം ഈ ഒരു ടൈപ്പ് ക്ലോത്ത് നമ്മളുടെ ഇവിടെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് സെയിം തന്നെ ഈ ഒരു സാരി കിട്ടി. സോ മീഷോയിൽ നിന്നാണ് ഞാനത് വാങ്ങിയത്. അറൗണ്ട് ഒരു 500 എന്തോ ആയിരുന്നു അതിൻ്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് നമ്മൾ ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സാരിക്ക് വന്നതുകൊണ്ട് തന്നെ സാരിയുടെ ഒരു ബോർഡർ നല്ല വിട്ട് കൂടിയതും ഒരു ബോർഡർ വിട്ട് കുറവുള്ളതുമായിരുന്നു. അപ്പോൾ ഞാൻ മേലെ കാണുന്ന ലെയറിൽ ആ ഒരു വിട്ട് കൂടിയ ലെയർ തന്നെ കൊടുത്തു. പിന്നെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓവർ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. കോട്ടിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിറയെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുള്ള ആ സെയിം വർക്ക് തന്നെ വേണമെന്നായിരുന്നു. പക്ഷേ അത് ആരി വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കിയപ്പോഴും ഈ ഒരു ഡ്രസ്സിൻ്റെ മൊത്തം റേറ്റ് ഞാനിപ്പോൾ ചെയ്തു കൊടുത്ത സെയിം റേറ്റ് ആ ഒരു വർക്കിന് വേണ്ടി മാത്രം ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് അഫോർഡബിൾ ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് തരാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഒരു സ്കാലോപ്പ് ഷേപ്പിലാണ് നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഫ്രണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ലീവ്സിലും ആ ഒരു സ്കാലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോൺ ലേസും ബോൾ ചെയിനും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സ്കാലോപ്പിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തത്. പിന്നെ നമ്മൾ ലൈനിങ് ആയിട്ട് ക്രേപ്പും അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ട് ഞാൻ പറഞ്ഞല്ലോ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള ഫ്രോക്ക് വെറും ഫ്രോക്ക് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ടസിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്തിട്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുള്ള കളറായിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. പിന്നെ കുറേ സ്റ്റോൺ വർക്കും അതുപോലെ കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പോർഷൻസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തു. അപ്പോൾ കസ്റ്റമർ ഹാപ്പി ആയിരുന്നു ഫോട്ടോ കണ്ട സമയത്ത്. കാരണം ആ ഒരു ബഡ്ജറ്റിൽ ചെയ്ത് കൊടുക്കുക, അത് എത്രയും ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുക എന്നായിരുന്നു നമ്മളുടെ ഒരു എയിം ഉണ്ടായിരുന്നത്. സോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളും പറയൂ കേട്ടോ.